When COVID was striking India, people were dying. Lakhs of people were dying in the hospitals, dying outside the hospitals. No ventilators, no oxygen. The Prime Minister says, "Thali bajao." നിങ്ങൾക്കറിയോ, കോവിഡ് വന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു, ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു. ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. The entire media is saying how brilliant the Prime Minister is. ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്, ഓ, ഈ പ്രധാനമന്ത്രി എന്ത് മഹാനാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. So because you don't understand India, and because you take decisions without asking anybody, you are creating tremendous damage to this country. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല, അതുപോലെ മറ്റാരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിന് വലിയ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I'll give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. For the first time in my life, I have experienced this. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് അനുഭവിച്ചത്. There is a fire burning in Manipur. അവിടെ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്നിയാണ്. മണിപ്പൂർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. People are still dying. ഇപ്പോഴും അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to Manipur. ഞാൻ മണിപ്പൂരിൽ പോയി. And I went to see both the communities. ഞാൻ അവിടെ പോയി. അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി. Meitei community, Kuki community. മെയ്തി സമുദായവും കുക്കി സമുദായവും. They are not talking to each other at all. നിങ്ങൾക്കറിയോ, അവർ രണ്ടുപേരും, ഈ സമുദായപ്പെട്ട രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല. No conversation between them. ഇവര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളുമില്ല. And the government over there is saying we have completely lost control. അവിടെയുള്ള ഗവൺമെന്റ് പറയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ്. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. And the Prime Minister cannot even go and visit the Indian state. പ്രധാനമന്ത്രി ആ സംസ്ഥാനം, ഈ സാഹചര്യമുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല. He cannot even go there and talk to the people and say what is going on. അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. Not one line in the national media. ദേശീയ മാധ്യമങ്ങളിൽ ഒരു